അപ്പോൾ നമ്മൾ ഷെഫീൽഡിലെ ഫ്രണ്ടിനെ കണ്ടു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഞങ്ങൾ ഇനി ലീഡ്സിലേക്ക് പോവാണ്. ലീഡ്സ് NHS ട്രസ്റ്റ് ആണ് ഇനി കവർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല സ്ഥലമാണ്, നല്ല ലൊക്കേഷനാണ്, ഒരുപാട് വീട് കിട്ടാനുണ്ട്, റെൻറ്റ് കുറവാണ്, നല്ലൊരു റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ യാത്ര തുടങ്ങിയാണ്. വഴിയിലെ യാത്രാ വിശേഷങ്ങളും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമായി വീണ്ടും മുമ്പോട്ട്. നമ്മൾ 20 മിനിറ്റ് ഇവിടെ ഉണ്ട്. 20 മിനിറ്റിനുള്ളിൽ നമ്മൾ ലീഡ്സിലെത്തും. പറഞ്ഞത് തന്നെ വഴി നല്ല രസമാണ് കാണാൻ. മഴ ആയതുകൊണ്ടാണ് ഒത്തിരി കാറ്റ് കിട്ടുന്നില്ലാത്തത്. ഞങ്ങൾ ഇടയ്ക്ക് തിരിച്ചു വരുന്ന വഴിക്ക് എവിടെയെങ്കിലും നിർത്തി അത്യാവശ്യം വീഡിയോ കൂടെ കവർ ചെയ്യാണെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ വലിയ മഴയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ യാത്ര തുടങ്ങിയതിന് ശേഷം വീണ്ടും മഴ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദിവസം മൊത്തം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴയാണെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ UK കാലാവസ്ഥ അൺപ്രഡിക്റ്റഡ് ആണ്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, എപ്പോൾ എന്ത് വേണം സംഭവിക്കും. രാവിലെ വെയിലാണെങ്കിൽ ഉച്ചയ്ക്ക് മഴ, ഉച്ചയ്ക്ക് മഴയാണെങ്കിൽ വൈകിട്ട് മഞ്ഞെന്നുള്ള അവസ്ഥയാണ്. ജോമോന് ഷെഫീൽഡ് എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ കണ്ടിട്ട്? എനിക്ക് തോന്നുന്നു ലെസ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്രകൃതി ഭംഗി വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ സെറ്റപ്പാന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം കുന്നും കയറ്റവും ഒരു മലയുടെ ഒക്കെ ഒരു സെറ്റപ്പായിരുന്നു അവിടെ. അതുപോലെ ഹൗസ് റെന്റ് ആണെങ്കിലും ലെസ്റ്റർ കോവൻട്രി ആണെന്നുള്ള അപേക്ഷിച്ച് ഹൗസ് റെന്റ് നല്ല വ്യത്യാസം. അതെ, ഹൗസ് റെന്റ് നല്ല മാറ്റമുണ്ട്. നമ്മുടെ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 800 പൗണ്ടിന് മൊത്തത്തിൽ ആ വീട് പുള്ളി താമസിക്കുന്ന ടെറസിൻ്റെ ഹൗസിലാണ്. അപ്പോൾ മുകളിൽ 2 ബെഡ്റൂമും താഴെ ഒരു ഡൈനറും അടുക്കളയുമായിട്ട് സെറ്റപ്പിലാണ്. മുകളിൽ 2 ബെഡ്റൂം അല്ല 3 ബെഡ്റൂം, അവിടെ ടോട്ടൽ 4 ബെഡ്റൂമാണ്. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പ് കിട്ടാന്ന് പറയുന്നത് തന്നെ ശരിക്കും ചിലവ് കുറഞ്ഞൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ ലെസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യൻസിന് അടിപൊളിയാണ്. അതെ, നമുക്കെല്ലാം ഈസിലി അവൈലബിൾ ആണ്. നമുക്ക് അവിടെ ലെസ്റ്ററിലാകുമ്പോൾ ഇന്ത്യൻ ഷോപ്സ് ഒരുപാടുണ്ട്, മലയാളി ഷോപ്സ് ഒരുപാടുണ്ട്. നമുക്ക് എല്ലാ സാധനവും കിട്ടും. ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്, മലയാളീസ് ഒരുപാടുള്ള സ്ഥലമാണ് നമുക്കവിടെ. ഞാനൊന്നും ഒട്ടും പ്രതീക്ഷിച്ചല്ല UK വന്നിട്ട് ഇത്രയും മലയാള ഫ്രണ്ട്സിനെ കിട്ടുമെന്നോ, ഒരു അവിടെ പോയി ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമെന്നോ, അത്ര മലയാളീസിന് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഗൾഫ് കൺട്രീസിൽ നമ്മളെല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗൾഫ് കൺട്രീസ് നമുക്ക് ഇങ്ങനെ ഇത്രയും വലിയൊരു ഒത്തരവ് പുറത്തുണ്ടായിട്ടില്ല. അവിടെ അസോസിയേഷൻസ് ഉണ്ട്, പക്ഷെ ഇതുപോലെ ഒരു സെറ്റപ്പ് ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾ ലീഡ്സ് എത്താറായി. ഇവിടുന്ന് 5 മൈലിടെ ഉള്ളൂ. ഞങ്ങൾ ഇത്ര നേരം വന്നത് ശരിക്കും നമുക്കൊരു എന്നാ പറയുക, ചെറിയ ഒരു ടൗൺ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾ കിടക്കുന്നത് ശരിക്കും ഒരു നല്ല സിറ്റി അല്ല, ശരിക്കും ടിൻഡോ അല്ല, ശരിക്കും ഒരു നല്ല സിറ്റിയിലോട്ട് തന്നെയാണ്. ഉയർന്ന കെട്ടിടങ്ങളും കൂടുതൽ അപ്പാർട്ട്മെൻറ്റ്സ് ഉള്ളൊരു ഭാഗം. അതായത് നമ്മൾ ലണ്ടൻ സിറ്റിയിൽ പോയപ്പോൾ കണ്ട പോലെ തന്നെ ഒരു ശരിക്കും സിറ്റി പ്രദേശത്തേക്ക് നമ്മൾ കിടക്കുന്നത്. ശരിക്കും നമ്മൾ UK നമ്മൾ ഇതിനു മുമ്പ് കടന്നു പോയിട്ടുണ്ട്. ചെറിയ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ ചെറിയ ടണൽ റോഡാണ്, നിങ്ങൾക്ക് കാണാം. വളരെ മനോഹരമായി, വളരെ ലൈറ്റിങ് വളരെ മനോഹരമായിരിക്കും, വേറെ കാണാനില്ലെങ്കിൽ. ശരിക്കും ലീഡ്സ് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും ഞങ്ങൾ കേട്ടതിനേക്കാളും കൂടുതൽ മനോഹരമാണ്. ഐ മീൻ അത്യാവശ്യം നല്ലൊരു ടൗണാണ്, നല്ലൊരു സിറ്റിയാണ്. നമ്മൾ ലണ്ടൻ്റെ ചില ടൗൺ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഫീലിങ്സ് ഉണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് പോയ ട്രസ്റ്റിൻ്റെ പോയ ഭാഗങ്ങളിലേക്കാളും വ്യത്യാസമായിട്ട് അത്യാവശ്യം ഒരു സിറ്റി ഏരിയ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം സൈഡിൽ വലിയ അപ്പാർട്ട്മെൻറ്റ്സ്, ബിൽഡിങ്സ്. ഇവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഫ്രണ്ട്സിനോട് സംസാരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും വളരെ മനോഹരമായി. അതെ, ഒന്നും പറയാനില്ല, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇതിനു മുമ്പ് ലീഡ്സിലെ കണ്ട കുറേ ഫോട്ടോസിൽ ഈ ഭാഗമൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സ് ആരും ഇടാത്തതുകൊണ്ടാണോ അതോ അവർ സിറ്റി കാണിക്കാൻ താല്പര്യപ്പെടാത്തതുകൊണ്ടാണോ എന്നറിയില്ല. സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് എത്തുവാണ്. 2 മിനിറ്റേ കാണിക്കുന്നുള്ളൂ. നമ്മൾ ടൗൺ വിട്ട് ശരിക്കും റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് തന്നെ വന്നു എന്ന് പറയാം.
ഇവിടെ ഒരുപാട് വീടിൻ്റെ മുമ്പിൽ ടൂലറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ വീടുകളെല്ലാവരും റെൻറ്റ് കൊടുക്കുന്നത് അത്യാവശ്യം ഏജൻസി വഴിയാണ്, ആരും ഡയറക്റ്റ് കൊടുക്കുകയില്ല. കാരണം ഏജൻസിനെ ഏൽപ്പിച്ചേക്കുവാണെങ്കിൽ വീട് മെയിൻ്റനൻസും കാര്യങ്ങളും പേപ്പർ വർക്ക് എല്ലാം അവർ ചെയ്തോളും. സോ ഏജൻസി ടൂലറ്റ് ബോർഡ് ഉണ്ടാവും. നമ്മൾ വീട് റെൻ്റ് എടുക്കുന്നതിനുള്ള സംവിധാനം അതാണ്. അപ്പം ഏജൻസിയിലേക്ക് ജസ്റ്റ് നമുക്ക് പ്രിഫറൻസ് ഉള്ള വഴി കൂടെ പോയി ജസ്റ്റ് ടൂലറ്റ് ബോർഡ് കണ്ട് ആ ഏജൻസിയെ കോൺടാക്ട് ചെയ്താൽ അവർ പറയും ആ ഏരിയ വീടുണ്ടോ അല്ലെങ്കിൽ ആ വീട് വേക്കൻ്റ് ആണോ. എന്നിട്ട് അവർ നമുക്ക് വ്യൂവിങ് ബുക്കിംഗ് അപ്പോയിൻമെൻറ്റ് തന്ന് നമുക്ക് ആ വീട് കാണാനും കൂടുതൽ റെഫറൻസ് നടത്താനും ഉണ്ട്. അതൊരു ലോങ് പ്രോസസ്സാണ് ഇവിടെ വീട് ശരിക്കും എടുക്കുന്നത്. റെഫറൻസ് ഉണ്ടാവും, വെരിഫിക്കേഷൻ ഉണ്ടാവും, ഉള്ള കാര്യങ്ങൾ. ഞങ്ങളിപ്പോൾ ഏകദേശം ആ ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തി. ബാക്കി ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണിക്കാം വഴിയുള്ള. നമ്മൾ ലീഡ്സ് ട്രസ്റ്റിൽ രണ്ട് ഹോസ്പിറ്റൽ കവർ ചെയ്ത് നമ്മൾ പോവുകയാണ്. സിറ്റി സെൻറ്ററിലൂടെയാണ് പോകുന്നത്. നമ്മൾ നേരെ തിരിച്ച് ലെസ്റ്റേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂറോളം യാത്രയുണ്ട്. പോകുന്ന വഴിക്ക് ടിൻഡോ ഓഫർ ചെയ്തിട്ടുള്ള റിഫ്രഷ്മെൻറ്റ് സർവീസ് റോഡ് ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര പുറപ്പെടും. എല്ലാവരും ഞാൻ റിഫ്രഷ് ആക്കുന്നത്. അങ്ങനെ വളരെ മനോഹരമായ സ്ഥലമായിരുന്നു ശരിക്കും. സിറ്റിയാണ് ഈ ഏരിയ. സിറ്റി സെൻറ്ററിൽ കൂടെയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. അത്യാവശ്യം സിറ്റി തന്നെയാണ്. ഇന്നത്തെ യാത്ര അവസാനിക്കുന്നു. ലീഡ്സും ഷെഫീൽഡും 2 ട്രസ്റ്റ് കവർ ചെയ്തു. വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ട്രസ്റ്റ് കവർ ചെയ്യുന്നത് എടുക്കുന്ന എഫേർട്ടിന് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. സോ നിങ്ങൾ വീഡിയോസ് കാണുക, കൂടുതൽ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അതാണ് ഞങ്ങൾക്ക് തരാനുള്ള സപ്പോർട്ടും ഞങ്ങൾക്ക് കിട്ടുന്ന എൻകറേജ്മെൻറ്റും. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനും ടിൻഡോയും ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കുന്നു.